ഹലോ ഹായ് എവരി വൺ എല്ലാ ദിവസവും ചെയ്തു വരുന്ന നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിലേക്ക് സ്വാഗതം. സോ നമ്മളിനി നല്ലൊരു വോളറ്റൈൽ ഡേയ്സ് ആണ് ഫേസ് ചെയ്യാൻ പോകുന്നത്. മീൻസ് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഡൗൺ കാണാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം പിന്നെ നമുക്ക് അവിടെ നിന്ന് റിവേഴ്സ് പിന്നെയും താന്ന് അതിൻ്റെ ഒപ്പം കൺസോൾട്ടേഷൻ ഒരു മിക്സഡ് എല്ലാം കൂടി ഉള്ളൊരു മിക്സഡ് ഇതാണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ടുള്ള അതിൻ്റെ വ്യൂസ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് മാത്രം ട്രേഡ്സിൽ കയറാനും നോക്കുക. മീൻസ് അതല്ല എങ്കിൽ നമുക്ക് എപ്പോഴും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. ഓൾറെഡി 2024 എന്ന് പറയുന്നത് ഒരു വോളറ്റൈൽ ഇയർ ആയിരിക്കും എന്നാണ് മിക്ക അനലിസ്റ്റുകളും നമുക്ക് തരുന്നത്. സോ മേ ബി അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് നമുക്ക് ലെവൽസ് കാര്യങ്ങളുണ്ട്. നമുക്ക് സെന്റിമെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സെന്റിമെന്റ്സ് അറിയാനുള്ള വേസ് നമ്മൾ നോക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ ചാർട്ട് നോക്കുന്നുണ്ട്. സോ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എവിടെയൊക്കെയാണ് നമ്മൾ കൃത്യമായിട്ടുള്ള പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ എടുക്കുക, അല്ലെങ്കിൽ നല്ല ട്രേഡ് കാര്യങ്ങൾ എടുക്കാൻ പറ്റിയ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. അതല്ലാണ്ട് നമ്മൾ അനാവശ്യ ട്രേഡുകൾ മീൻസ് എടുക്കാണ്ടിരിക്കുക. മീൻസ് മാർക്കറ്റ് ഒന്ന് വീഴുമ്പോഴത്തേക്കും ഓൾറെഡി പിയിലോ അല്ലെങ്കിൽ ഒന്ന് തിരിച്ചു കയറുമ്പോൾ തന്നെ മാർക്കറ്റ് നല്ല രീതിയിലാവും എന്നൊക്കെ വിചാരിക്കും. മീൻസ് എപ്പോൾ വേണമെങ്കിലും ഒരു കൺസോൾട്ടേഷനും വരാം, അതോടൊപ്പം നമുക്കൊരു ക്വിക്ക് ഫാള് വരാം. അപ്പം അങ്ങനത്തെ ഉള്ള ഡേയ്സ് ആണ് ഇനി മിക്കവാറും നമ്മളിനി ഫേസ് ചെയ്യാൻ പോകുന്നത്. സോ അപ്പം എല്ലാവരും കൃത്യമായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കേൾക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ട്രേഡ്സ് എടുക്കുന്നവരോട് മാക്സിമം ഒന്ന് ഷെയറും കൂടി ചെയ്യാം. എന്നിട്ട് മാക്സിമം നമുക്ക് ആ നല്ല രീതി നമുക്ക് എങ്ങനെയാണ് നമ്മൾ സോൺ എല്ലാ ദിവസവും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ സോൺ അടയാളപ്പെടുത്താറുണ്ട്. അപ്പോൾ ഇന്നാണെങ്കിൽ തന്നെ മീൻസ് സോണിൽ വന്നിട്ട് നമ്മൾ ഓൾറെഡി മെസ്സേജ് കൊടുത്തു ടെലിഗ്രാം ചാനലിൽ. മീൻസ് സോണ് ഇമ്പോർട്ടൻ്റ് ആണ്, ഡിമാൻഡ് സോൺ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമുക്ക് 21,500 പുട്ട് ബിൽഡ് ഉണ്ട്. അപ്പോൾ 21,500 പുട്ട് ബിൽഡ് വരുമ്പോൾ ഡിമാൻഡ് സോണിൽ നിന്ന് ബ്രേക്ക് ചെയ്താൽ നമുക്ക് പുട്ട് അൺവൈൻഡിങ് നടക്കും. അപ്പോൾ അൺവൈൻഡിങ് നടന്നാൽ പിന്നെയും നല്ല രീതിയിലുള്ള ഫാൾ ഉണ്ടാവും. സോ അങ്ങനെ കാൽക്കുലേഷനിലാണ് നമ്മൾ മാക്സിമം ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. അതല്ല എങ്കിൽ മിനിമം റിസ്ക്, അതായത് മിനിമം റിസ്ക് എന്ന് പറയുമ്പോൾ 1% ബിലോ ഉള്ള റിസ്കിലുള്ള ട്രേഡിൽ കയറാം. ബിക്കോസ് അപ്പോഴും നിങ്ങൾക്ക് ക്യാപിറ്റൽ സേഫ് ആയിരിക്കും. നിങ്ങളുടെ ക്യാപിറ്റലിൽ നിന്ന് ഒരു 1% ബിലോ ആണ് നിങ്ങൾക്ക് റിസ്ക് ചെയ്ത് വെക്കേണ്ടതുള്ളൂ. ഇനി അതല്ല നിങ്ങളുടെ വ്യൂസിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഹ്യൂജ് പ്രോഫിറ്റും അതോടൊപ്പം നേടാൻ പറ്റും. അപ്പം അങ്ങനത്തെ ട്രേഡ്സ് കാര്യങ്ങളൊക്കെ ആയിട്ടാണെങ്കിൽ ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ കയറാം. ദെൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചോദിക്കാം, കമൻറ്റ് ചെയ്ത് ചോദിക്കാം. ആൻഡ് അപ്പോൾ ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇനി നമുക്ക് ഇന്നത്തെ ഇൻട്രാഡേ അനാലിസിസ് നോക്കാം. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു, വളരെ വോളറ്റൈൽ തന്നെ ആയിരുന്നു നിഫ്റ്റി. അപ്പോൾ നമുക്ക് ഇൻട്രാഡേ അനാലിസിസ് ഒന്ന് നോക്കാം. നിഫ്റ്റി നമുക്കൊരു ഗ്യാപ് ഡൗൺ ഓപ്പൺ തന്നു. നമ്മൾ ഓൾറെഡി ടെലിഗ്രാം ചാനലിലൊക്കെ ഇൻഫോം ചെയ്യാറുള്ള പോലെ ഇന്നും ചെയ്തിട്ടുണ്ട്. ഓപ്പൺ തന്നിട്ട് നമുക്കൊരു ഇൻഡെസിഷൻ ക്യാൻഡിലാണ് ഫസ്റ്റ് തന്നെ തരുന്നത്. ദെൻ നമുക്ക് മേളിലേക്ക് പോയി അത് കഴിഞ്ഞ് നല്ലൊരു ക്വിക്ക് ഫാൾ ഉണ്ടായി. ദെൻ അവിടെ നിന്ന് പയ്യെ റിക്കവർ ആവാൻ നോക്കി. അവിടെ നിന്ന് ആ സോണിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായില്ലേ? സോൺ എവിടെ വന്നോ സോണിൽ നിന്ന് നമുക്കൊരു ഫേക്ക് ഔട്ട്, താഴെയും ഫേക്ക് ഔട്ട് മേളിലും ഫേക്ക് ഔട്ട്, പിന്നെ സോൺ റെസിസ്റ്റൻസ് ആയിട്ട് നിന്നിട്ട് കംപ്ലീറ്റ്ലി ആ സോണിന്റെ അവിടെ വെച്ചിട്ട് നമുക്കൊരു കൺസോൾട്ടേഷനിലാണ് നിഫ്റ്റി ഇന്ന് അവസാനിച്ചേക്കുന്നത്. ദെൻ ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിലും എക്സാക്ട് ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടി ബുള്ളിഷ് ആയിരുന്നു. ബിക്കോസ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ 46,000 പുട്ട് ഓപ്ഷൻ ഉണ്ടായി. അപ്പോൾ താഴെ ഓപ്പൺ ആയിട്ടാണെങ്കിലും ഇനിഷ്യൽ ക്യാൻഡിൽസ് ഒക്കെ ഒന്ന് പോയി, പിന്നെ നിഫ്റ്റി ഒന്ന് ട്രാക്ക് ചെയ്തുകൊണ്ടുവരാൻ നോക്കിയെങ്കിലും ബട്ട് ബാങ്ക് നിഫ്റ്റി നല്ല പവർ തന്നെയായിരുന്നു. മീൻസ് നല്ല പവർ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഏകദേശം 4% വീണു. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഒന്ന് ഹോൾഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ബാങ്ക് നിഫ്റ്റി സപ്ലൈ സോണിൽ നിന്ന് ഫസ്റ്റ് ഒരു ഇത് തന്നെങ്കിലും കുറച്ച് പയ്യെ ബാങ്ക് നിഫ്റ്റി സോണിൽ നിന്ന് മേളിലേക്ക് കയറി 46. നമ്മളെപ്പോഴും പറയുന്ന ആ യെല്ലോ ലൈനിന്റെ ഇമ്പോർട്ടൻസും മനസ്സിലായി. 46ന്ന് അവിടെ ഒരു മീൻസ് ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ട് തന്നിട്ട് പിന്നെ നമുക്ക് താഴേക്ക് 45,700 എന്നുള്ള ലെവല്. അപ്പോഴും അവിടെയും നമുക്ക് എന്താക്കുന്നത് 46,000ന്റെ നമുക്കൊരു സ്ട്രാഡിൽ ഫോർമേഷൻ അവിടെ നമുക്ക് ക്ലിയർ ചെയ്തിട്ട് കാണാൻ കഴിയുന്നുണ്ട്. സോ ഓൾറെഡി ബാങ്ക് നിഫ്റ്റി ഇന്ന് മൂവ് ചെയ്തേക്കുന്നത് 46,000ന്റെ സ്ട്രാഡിലാണ്. ആൻഡ് നിഫ്റ്റി ആണെങ്കിൽ നമുക്ക് 2500 ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിപ്പോൾ ശരിക്കും ഒരു സ്ട്രാഡിലായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി അത്
ഇനി നമുക്ക് OA അനാലിസിസിൽ നമുക്ക് നാളത്തേക്കുള്ള ലെവൽസ് കാര്യങ്ങൾ നോക്കുമ്പോൾ അത് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഇൻട്രാഡേ അനാലിസിസിൽ നിഫ്റ്റിയുടെ ഇത് പറയാനുള്ളത്. ഓക്കെ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നാളത്തെ മീൻസ് ഇനി നെക്സ്റ്റ് വീക്ക് നമുക്ക് നാളെ എക്സ്പയറി കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നെക്സ്റ്റ് വീക്കിലുള്ള നിഫ്റ്റിയുടെ ചാർട്ട് OA ചാർട്ട് നോക്കാം. ഓക്കെ, സ്ട്രാഡൽ ഫോർമേഷൻ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. എനിവേ ചെറിയ ഒരു പുട്ട് ബിൽഡിംഗ് ഉണ്ട്. മാക്സിമം കോള് വന്നേക്കുന്നത് 21,500, ദെൻ സപ്പോർട്ട് 21,450. സോ ഇത് 450 ആൻഡ് 400. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, 450 നല്ല മീൻസ് നല്ലൊരു എന്താ പറയുക നല്ല സപ്പോർട്ടും 400 നല്ല രീതിയിലുള്ള 500 റെസിസ്റ്റൻസ് ആവാനാണ് ചാൻസസ്. ഓക്കെ, ലിറ്റിൽ ബിറ്റ് കൺഫ്യൂഷൻ ആണ് OA നമുക്ക് തരുന്നത്. മീൻസ് അടുപ്പിച്ചുള്ളതാണ്. 21,450 ആണ് നമുക്ക്. അത് എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള ദിവസം ആയതുകൊണ്ടാണ് ആ ലെവൽ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ അവിടെ തന്നെ 450 ഒരു സപ്പോർട്ടും, ഓക്കെ 450 സപ്പോർട്ട് ആൻഡ് 500 നമ്മൾ റെസിസ്റ്റൻസ് ആക്കിയാണ് കറന്റ്ലി വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റേഞ്ച് നോക്കാം. 450 നമുക്ക് ഒരു സപ്പോർട്ടാണ്. ഇവിടെ നമുക്ക് ഇനി എവിടെയാണ് സ്ട്രാഡൽ ഫോർമേഷൻ എന്ന് നോക്കിയിട്ട് നെക്സ്റ്റ് തീരുമാനിക്കാം. ഇതിന്റെ മേളിലൊക്കെ നമുക്ക് ഇനി ഒരു സ്ട്രാഡൽ ഫോർമേഷൻ ആയിട്ടൊന്നും കാണാൻ കഴിയുന്നില്ല. നമുക്ക് ഇവിടെയും റെസിസ്റ്റൻസ് വീക്ക് ആയിട്ട് തന്നെയാണ്. ഈവൻ 800 പോലും നമുക്ക് നല്ല റെസിസ്റ്റൻസ് ഒന്നും അല്ല ഫീൽ ആകുന്നത്. സോ നോക്കാം അവിടെ നിന്ന് റിവേഴ്സ് ആണോ, മാർക്കറ്റിന്റെ സെന്റിമെന്റും കൂടെ നോക്കിയിട്ട് എങ്ങനെയാണ് നമുക്ക് റിവേഴ്സ് ആവുന്നത്. അതോടൊപ്പം നമുക്ക് നാളെ OA ചാർട്ടിൽ എന്തെങ്കിലും ബിൽഡപ്പ് വരുന്നുണ്ടോ എന്ന കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ച് നോക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ OA പറയാനുള്ളത്. ദെൻ ഇനി ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ OA നമുക്കിപ്പോൾ നോക്കാം. ഓക്കെ, സോറി ഫോർ ദാറ്റ് ഡിലേ. ദെൻ ബാങ്ക് നിഫ്റ്റി OA നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് നമ്മൾ പറഞ്ഞ മാതിരി തന്നെ 47 വരെയും പുട്ട് ബിൽഡിംഗ് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ പുട്ട് അൺവൈൻഡിങ് അവിടെ നടന്നിട്ടുണ്ട്, ബട്ട് ഇനിയും പുട്ട് ബിൽഡിംഗ് തന്നെയാണ് അവിടെ കാണുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഇനി താഴേക്ക് വന്നെയാണെങ്കിൽ ഫോൾ ഉണ്ടാവാന്നുള്ളത് ചാൻസസ് കൂടുതൽ തന്നെയാണ്. 46 സ്റ്റിൽ സ്ട്രാഡൽ ഫോർമേഷൻ ആൻഡ് നമ്മൾ 46,500 ആൻഡ് 47,000 എന്നൊക്കെ റെസിസ്റ്റൻസ് ആണ്. ബട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, ബിക്കോസ് അത്രയും ഒരു റേഞ്ചിലേക്ക് വരാൻ ചാൻസസ് കുറവാണ്. അപ്പോൾ നമുക്ക് 46,000 സ്ട്രാഡിലും പ്ലസ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 45,500 ദെൻ 45,000. ഓക്കെ, 500 റേഞ്ചിലുള്ള. അപ്പോൾ സ്ട്രാഡിൽ ഫോർമേഷൻ തന്നെയാണ് നമുക്ക് 46,000 ഉള്ളത്. ഇത് കുറച്ചൊന്ന് ബിലോ. ഓക്കെ, അപ്പോൾ ഇവിടെ സ്ട്രാഡിൽ ഫോർമേഷൻ ആണുള്ളത്. ദെൻ 46,500 എന്തെങ്കിലും ഉണ്ടോ? 46,500 നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ടാണ്. റെസിസ്റ്റൻസ് വിത്ത് ചെറിയൊരു സപ്പോർട്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇത് കൊടുക്കാം. ഓക്കെ, റെസിസ്റ്റൻസും ഒരു സപ്പോർട്ട് മീൻസ് അവിടെ ഒരു സ്ട്രാഡിൽ. ഇനി ഇവിടെ നമുക്ക് നല്ല ബ്രേക്ക്ഔട്ട് തന്നെയാണെങ്കിൽ 46,500 ആണ് ഒരു റെസിസ്റ്റൻസ് ആയിട്ടുള്ളത്. ആൻഡ് 47,000 എന്നുള്ളത് റെഡ് ആണ്. ആൻഡ് 47,500 നമുക്കൊരു സ്ട്രാഡിൽ പോലെ എപ്പോഴും സ്റ്റിൽ കിടക്കുന്നുണ്ട്. നമുക്ക് ഇത് വെക്കാം 47,500 സ്റ്റിൽ സ്ട്രാഡിൽ. ദെൻ ഇതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. 48 ആവശ്യമില്ല. ഓക്കെ, ഈ റേഞ്ച് ഓൾറെഡി നമ്മൾ കളഞ്ഞു. 49 നേരത്തെ നല്ല ബാങ്ക് നിഫ്റ്റി വീഴാനുള്ള ഒരു പോയിന്റ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തായിരുന്നു. മീൻസ് 49 വരെയും പുട്ട് ബിൽഡിംഗ് ആയിരുന്നു. അപ്പോൾ ആ പുട്ടൊക്കെ മീൻസ് കവേർഡ് ആവാൻ വേണ്ടിയിട്ട് എങ്ങനെ വന്നാലും കോൾസ് ബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഫാൾസ് കിട്ടാൻ ചാൻസസ് കൂടുതലാണ്. വേറൊരു കാര്യം, ഇന്ന് ഇന്ത്യ വിക്സ് ഒരു 6% അടുത്ത് 6.7% നമുക്ക് ഫോൾ ഉണ്ടായിട്ടുണ്ട്. സോ അപ്പോൾ ഇന്ന് ഫോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബിക്കോസ് നാളെ നമുക്ക് അധികം വോളറ്റൈൽ ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. ആൻഡ് നിഫ്റ്റി IT അന്ന് റെഡിലാണ് ക്ലോസ് ചെയ്യുന്നത്. എനിവേ റെഡ് വന്ന് പിന്നെ കുറച്ചൊരു ഇമ്പ്രൂവ്മെന്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ നമുക്ക് ഇൻട്രാഡേ അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്.
ഇനി നമുക്ക് FIDA ഡാറ്റ നോക്കാം. FIDA ഡാറ്റ വെച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട് നമുക്ക് അതിൻ്റെ ലെവൽസ് ഒന്ന് നോക്കാം. മീൻസ് സെന്റിമെന്റ്സ് എങ്ങനെയാണ് നോക്കാം. FIS സ്റ്റിൽ നെഗറ്റീവ് ആണ്, സ്ട്രോങ് ബിയറിഷ് ആണ്. ഇന്നലെയും നല്ല രീതിയിലുള്ള ബിയറിഷിലായിരുന്നു FIS ഉണ്ടായ. ദെൻ പ്രോസും നല്ല ബിയറിഷ് ആയിരുന്നു. ബട്ട് ഇന്ന് പ്രോസ് കുറച്ച് മീഡിയം ബുള്ളിഷിലേക്ക് വന്നിട്ടുണ്ട്. സെന്റിമെന്റ് അൾട്ടിമേറ്റ്ലി ബിയറിഷ് ആയിട്ട് തന്നെ നമുക്ക് പറയാനുള്ളൂ. ക്ലയന്റ് സ്ട്രോങ് ബുള്ളിഷ് ബിയറിഷ് അത്ര നോക്കാനുള്ളതില്ല. ദെൻ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ നമുക്ക് FISന്റെ നോക്കാം. ഡേയ്സ് ആണ്. ഓക്കെ, FIS സ്റ്റിൽ നമുക്ക് നെഗറ്റീവ് ആണ്. ബിക്കോസ് കോൾ ചേഞ്ചിൽ 55,000 ആണ് ബുള്ളിഷ് ആയിട്ടുള്ളത്. 1.323 ലാക്ക് നെഗറ്റീവ് ആണ്. ദെൻ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലാണെങ്കിലും ദേ ആർ ഇൻ സെൽ സൈഡ് ആണ്. ആൻഡ് ഓപ്ഷൻ FI ഓപ്ഷൻ ഇൻഡെക്സ് അതും നെഗറ്റീവ്. എല്ലായിടത്തും നെഗറ്റീവ് ഡാറ്റയാണ് നമുക്ക് തരാനുള്ളത്. FISന്റെ നെഗറ്റീവ് ആയിട്ടാണ്. ആൻഡ് പ്രോ നോക്കാം. പ്രോയും സ്റ്റിൽ പ്രോ വലിയ രീതിയിലുള്ള സപ്പോർട്ട് ഇല്ല. ബട്ട് FIS ഫ്യൂച്ചേഴ്സ് നെഗറ്റീവ് ആണ്. പ്രോയുടെ നമുക്ക് നമ്മൾ ഗ്രാഫിക്കലി മീൻസ് ചാർട്ട് മറ്റേ ഇത് വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് നെഗറ്റീവായിട്ട് തന്നെയാണ് പ്രോ ആൻഡ് FIS നിൽക്കുന്നത്. ആൻഡ് FISന്റെ സെൽ സൈഡ് പിന്നെയും തുടരുകയാണ്. ബിക്കോസ് ഇന്നലെ -10,000 ആയിരുന്നു, ഇന്ന് -9,000 ആൻഡ് പ്ലസ് DAS ഒരു 5,000 crore ബുള്ളിഷ് മീൻസ് സ്റ്റേബിൾ ആക്കാൻ വേണ്ടി നിർത്തുന്നുണ്ട്. ബട്ട് അൾട്ടിമേറ്റ്ലി നമുക്ക് ബിയറിഷ് സെന്റിമെന്റ് ആണ് കിട്ടുന്നത്. സോ മാർക്കറ്റ് മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുക. ബിക്കോസ് നമുക്ക് വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ ബിക്കോസ് 10,000 സെൽ ചെയ്യുമ്പോൾ 5,000 DAS വാങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും വെച്ചൊരു സപ്പോർട്ട് കിട്ടിയാലും ബിക്കോസ് ഒരു റിവേഴ്സ് ആവാനുള്ള ഒരു ചാൻസസും ചെറിയ രീതിയിലൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്കൊരു 4 hour ടൈം ഫ്രെയിമിങ്ങിൽ വെച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കാം. സോ നമുക്ക് 2 കണ്ടിന്യൂസ് ഫാൾ ഉണ്ടായി, അതിനുശേഷം ഒരു ഇൻഡിസിഷൻ, ദെൻ ഒരു ഗ്രീൻ ക്യാൻഡിലോട് കൂടിയാണ് ഇന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്. നമുക്ക് എത്രമാത്രം നമുക്ക് ഇനി ഇവിടെ നിന്നൊരു ബുള്ളിഷ് കിട്ടുമെന്ന് നോക്കാം. ബിക്കോസ് ഇതൊരു നല്ല ലെവൽ ഓഫ് സപ്പോർട്ടാണ്. നമ്മൾ എവിടെയാണ് നിഫ്റ്റി ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നാണ് നമുക്ക് നല്ലത്. പിന്നെ ഈ ലെവലിൽ വരുമ്പോൾ നിഫ്റ്റി ബൗൺസ് ബാക്ക് ആവാറാണ് പതിവ് കണ്ടത്. ഇവിടെ നിന്ന് ബൗൺസ് ബാക്ക് വന്നിട്ടുണ്ട്. സ്റ്റിൽ ആ ലെവലിലേക്കാണ് നിഫ്റ്റി വന്നേക്കുന്നത്. അപ്പോൾ ഈ ലെവലിൽ നമുക്കിനി ബൗൺസ് ബാക്ക് കിട്ടുമോ അല്ലെങ്കിൽ എവിടെയെങ്കിലും റിജക്ഷൻ ഉണ്ടാവോ എന്നുള്ളതാണ് നമ്മളിനി നോക്കേണ്ടത്. അതല്ല നമുക്ക് ബാക്ക് ടു ദിസ് ചാനൽ കയറുമെന്നും നിഫ്റ്റിയിൽ അത് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളുണ്ട്. സോ അപ്പോൾ അതെല്ലാവരും അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യാം. ദെൻ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി ബാക്ക് ടു നമ്മൾ പറഞ്ഞ മാതിരി ആ ഒരു വലിയ ചാനലിലേക്ക് ബാങ്ക് നിഫ്റ്റി കയറിയൊക്കെയാണ്. സ്റ്റിൽ ബാങ്ക് നിഫ്റ്റിക്ക് നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് നല്ല രീതിയിലുള്ള സപ്പോർട്ട് കാര്യങ്ങളില്ല. ഇപ്പോഴും സ്റ്റിൽ കണ്ടിന്യൂസ് ആ ഒരു ക്യാൻഡിൽ ഇൻഡിസിഷൻ ക്യാൻഡിലും നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും ഫോളോ ചെയ്തിട്ടില്ല. അതോടൊപ്പം ബാങ്ക് നിഫ്റ്റിക്ക് ഇവിടെ ഒരു നല്ലൊരു ഹ്യൂജ് ഗ്യാപ്പും ഫില്ല് ചെയ്യാനുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും എങ്ങനെ ആയിരിക്കും എന്നുള്ള, ബിക്കോസ് ബാങ്ക് നിഫ്റ്റിയുടെ 46,500 എന്നുള്ള ലെവൽ ഇമ്പോർട്ടൻ്റ് ആണ്, ക്രൂഷ്യൽ ലെവലാണ്. അത് ബ്രേക്ക് ചെയ്ത് നമുക്ക് 46,500 ഓക്കെ 46,000 46,500. അപ്പോൾ ഈ ഒരു ലെവൽ നമുക്ക് ബ്രേക്ക് ചെയ്ത് നല്ല ഹോൾഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. അത് ഹോൾഡ് ചെയ്യാൻ പറ്റിയാൽ മാത്രം നമുക്ക് ഇനി ഒരു മേളിലേക്ക് റാലി കിട്ടുള്ളൂ. അതല്ലെങ്കിൽ വോളറ്റൈലാണ്. ഇവിടെയും വരെയും കയറാന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് റിജക്ഷൻ വന്നാൽ നല്ല രീതിയിൽ താഴേക്ക് വീഴാനുള്ള ചാൻസസ് ഉണ്ട്. എനിവേ ബാങ്ക് നിഫ്റ്റി ഹോൾഡിങ് ഈ ഒരു ലെവൽ ബാങ്ക് നിഫ്റ്റി ഹോൾഡ് ചെയ്തേക്കാണ്. എക്സാക്ട് നമ്മൾ പറഞ്ഞ മാതിരി 45,500. സോ ആ ലെവല് നമുക്ക് ചാർട്ട് വെച്ചിട്ട് നമുക്ക് നല്ല ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ ഇനി തിരിച്ചു വരാൻ നേരത്ത് തിരിച്ചൊരു ഈ ലെവല് വന്ന് നമുക്ക് ബ്രേക്ക് ചെയ്യാനാണെങ്കിൽ ഈ ഒരു നല്ല ലെവലിൽ നമുക്ക് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു പോവാം എന്ന് വിചാരിക്കാം. അതല്ല എങ്കിൽ എപ്പോഴും വെയിറ്റ് ചെയ്യുക, കൺഫർമേഷന് വേണ്ടി എപ്പോഴും വെയിറ്റ് ചെയ്യുക. ആൻഡ് നല്ല ട്രേഡ്സ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കയറാം. ബിക്കോസ് നമ്മൾ ഇനി ശ്രദ്ധിച്ചില്ല എങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള നഷ്ടം വരാൻ ചാൻസസ് ഉണ്ട്. മാർക്കറ്റ് നല്ല വോളറ്റൈലാണ്. അപ്പോൾ വോളറ്റൈൽ ഇയർ ആണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് തന്നെ പോവുക. സ്റ്റോക്കിൽ കയറുന്നവരെ എപ്പോഴും ശ്രദ്ധിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. അൾട്ടിമേറ്റ്ലി നമുക്ക് സെന്റിമെന്റ് ഒക്കെ ബിയറിഷ് ആയതുകൊണ്ട് തന്നെ സ്റ്റോക്കൊക്കെ ശ്രദ്ധിച്ച് തന്നെ കയറുക. അതല്ലെങ്കിൽ നല്ല സ്റ്റോക്കിനെ നല്ല ലെവൽസ് നോക്കി വെക്കുക. ബിക്കോസ് ഇപ്പോൾ 100 EMI അതല്ലെങ്കിൽ നല്ല സപ്പോർട്ട് സോണോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ
നിങ്ങളത് നോക്കി വെച്ചാൽ നമുക്ക് അങ്ങനത്തെ നല്ല എൻട്രി അവിടെയൊക്കെ നല്ല ഫോളോ വന്ന് അതോടൊപ്പം മാർക്കറ്റ് ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവിടെ കയറാൻ പറ്റാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതോടൊപ്പം നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ DM ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.